ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ പുതിയൊരാഴ്ച രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് വളരെ വോളറ്റീലായിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. ഇറാൻ ഇഷ്യൂ കാരണം ബ്രന്റ് ഓയിൽ തന്നെ സ്പൈക്ക് ചെയ്തു 110 കടക്കുന്നുണ്ട്. യു എസിൽ നിന്ന് NVIDIAയുടെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഒരാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ്. നമുക്കറിയാം യുദ്ധം അത് ഒരു സോൾവ് ആകുന്ന രീതിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോ ഫ്യൂച്ചർ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വെള്ളിയാഴ്ച ഡോയും നാസ്ഡാക്കും അവിടെ ഫോളായിരുന്നു. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫോളാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇവിടെ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് 96 രൂപ റെക്കോർഡ് ലോയിലാണ് ഉള്ളത്. LPG ഗ്യാസിൻ്റെ എല്ലാം തന്നെ ഇഷ്യൂ കുറച്ചും കൂടി കൂടുന്നുണ്ട്. FISൻ്റെ സെല്ലിങ്ങും ഈ ഒരു മാസം തന്നെ 24,000 കോടി രൂപയായിട്ടുണ്ട്. ഈ ഒരു മെയ് മാസം ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നത്, ഈ റോയൽറ്റി ഫീസ് കുറച്ച് നമ്മുടെ ഗവൺമെൻറ് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ രൂപ ശക്തി കൂട്ടാനായിട്ട് ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ RBIയും ചെയ്യുന്നുണ്ട്. ഈവൻ FISൻ്റെ ടാക്സിലൊരു റിഡക്ഷനും RBI പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അത് മാർക്കറ്റിൽ ക്രൂഡ് പ്രൈസ് ഇത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് വില പോകുന്നില്ല. അദാനി എൻ്റർപ്രൈസസിൻ്റെ എല്ലാം തന്നെ US കേസ് സോൾവ് ആകുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇതൊക്കെയായിരുന്നു ഒരു പ്രധാന ഈവൻറ്റുകൾ. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈന വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് പുറത്തേക്ക് ക്ലാരിറ്റി വരുന്നില്ല. കൂടാതെ തന്നെ ഇന്ന് G7 കൺട്രീസിൻ്റെ മീറ്റിംഗ് പാരീസിൽ വെച്ച് നടക്കുന്നുണ്ട്. US, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ശക്തരായിട്ടുള്ള രാജ്യങ്ങളുടെ മീറ്റിംഗാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് നടന്നതിന് ശേഷമാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ട് രീതിയിലും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഈ കമൻറ്റുകളെല്ലാം തന്നെ G7 മീറ്റിങ്ങിൽ പൊതുവെ വരാറുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,501, സിൽവർ 75, ബിറ്റ്കോയിൻ 77, ബ്രന്റ് ഓയിൽ 111 കടന്നു കേട്ടോ. നാച്ചുറൽ ഗ്യാസും 3 കടന്നു. നിഫ്റ്റി ഫ്യൂച്ചർ നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവാണ്. ഡോ ഫ്യൂച്ചർ നാസ്ഡാക്ക് ഫ്യൂച്ചർ നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ ഇടിഞ്ഞത്, യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇടിഞ്ഞത് കാണാൻ സാധിക്കും. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കാം. അതിനു മുമ്പ് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പ് സ്റ്റോക്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്പ് സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ അപ്പ് സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂസിൽ ആദ്യമുള്ളത് ഐഡിയ ആണ്. 6 വർഷത്തിന് ശേഷം ഐഡിയ ഇതവണ പ്രോഫിറ്റിലായിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയുണ്ട്. 51,000 കോടി രൂപയൊക്കെ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ടാറ്റ സ്റ്റീലും നെറ്റ് പ്രോഫിറ്റ് 125% വർദ്ധിച്ചു. RBL ബാങ്ക്, എമിറേറ്റ്സ് NBD എന്ന് പറയുന്ന ദുബായ് ബേസ് ആയിട്ടുള്ള ബാങ്ക് RBL ബാങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് നമ്മളുടെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ നെറ്റ് പ്രോഫിറ്റ് 137% സ്പൈക്ക് ചെയ്തു. സെയിൽ നെറ്റ് പ്രോഫിറ്റ് 46% സ്പൈക്ക് ചെയ്തു. പവർ ഗ്രിഡ് നെറ്റ് പ്രോഫിറ്റ് 10% സ്പൈക്ക് ചെയ്തു. ഗോഡ്ഫ്രൈ ഫിലിപ്സ് നെറ്റ് പ്രോഫിറ്റ് 86% സ്പൈക്ക് ചെയ്തു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 142% സ്പൈക്ക് ചെയ്തു. പ്രീമിയർ എനർജി നെറ്റ് പ്രോഫിറ്റ് 65% സ്പൈക്ക് ചെയ്തു. NCC നെറ്റ് പ്രോഫിറ്റ് 18% ഡിക്ലൈൻ ആയിട്ടുണ്ട്. ബജാജ് ഇലക്ട്രിക് നെറ്റ് പ്രോഫിറ്റ് 59 നിന്ന് 67 കോടി രൂപയിലേക്ക് ഉയർന്നു. യുനോമിൻഡ നെറ്റ് പ്രോഫിറ്റ് 22% റൈസ് ആയിട്ടുണ്ട്. ഡെൽഹിവറി നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ് ഇത്തവണ. ഹിൻഡ് റെക്ടിഫയർ നെറ്റ് പ്രോഫിറ്റ് 55% ഡിക്ലൈനാണ്, കുറവാണ്. ഗ്ലാൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 190 നിന്ന് 370 ഉയർന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 23,650 ആയിരുന്നു നമ്മുടെ സ്പോട്ടുള്ളത്. 23,500 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് 23,000 ആണ്. ഹയർ സൈഡിലേക്ക് 24,000 റെസിസ്റ്റൻസ് ആയിട്ടും നിൽക്കുന്നുണ്ട്.
നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.